എല്ലാവർക്കും ജോണീസ് പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ പുതുതായിട്ട് ഗെയിം വന്നത് എല്ലാവരും അറിഞ്ഞല്ലോ. സോ ആദ്യം നമുക്ക് ഒരു ഗെയിമാണ്, ഈ റൈസിംഗ് ഗെയിം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം വേറെയും 3 ഗെയിം വന്നിട്ടുണ്ട്. ആ ഗെയിം എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പ്ലേ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യാം. വേറെ 3 ഗെയിം വന്നിട്ടുള്ളത്, ഒന്ന് മൈ കോളനി ആർമി, വേറെ ഒന്ന് ചെയിൻ ക്യൂബ് 2048, വേറൊരു ഗെയിം ട്രെയിൻ മൈനർ. ഇത് ഈ 3 ഗെയിമാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ട്രെയിൻ മൈനർ ഒന്ന് കളിച്ചു നോക്കാം. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്തു. ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗെയിം ഓപ്പൺ ചെയ്യുക. ഈ ഗെയിം നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒക്കെ ഒരു പേജ് കാണിക്കും. അവിടെ നമ്മൾ അതൊക്കെ റീഡ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഗെയിം ഓപ്പൺ ആകും. നമ്മൾ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ കൊടുക്കും. ആ ഗെയിമിലേക്ക് പോകും. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കൊരു ഇന്റർഫേസ് വരും. നമ്മൾ ആ സ്ക്രീനിൽ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ട്രെയിൻ മൂവ് ആവും. പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് കൊടുക്കുക. ആഡ് നമ്മൾ കോയിൻസ് കിട്ടണമെങ്കിൽ കണ്ടില്ലേ, ഇവിടെ കൊണ്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത ആ ഇഷ്ടികയെല്ലാം കൊണ്ട് ഇവിടെ കളയണം. സോ അവിടെ കളയുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും. ആ കോയിൻസ് വെച്ച് നമുക്ക് ഓരോ ട്രെയിനിൻ്റെ ബോഗികൾ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ആ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെർജ് ചെയ്യാം. എന്നിട്ട് ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടാം. പിന്നെ ഇവിടെ സൈഡിലുള്ള കപ്പാസിറ്റി നമുക്ക് കൂട്ടാം. അതൊക്കെ നമുക്ക് ഈ താഴെ ആ കോയിൻസ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് കണ്ടിട്ട് നമ്മൾ ആ സ്ക്രീനിൽ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇതേപോലെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടികൾ ഇടിച്ച് പൊടിച്ച് നമ്മൾ കൊണ്ടിവിടെ ഇടും. ഇട്ടിട്ട് ഈ രീതിയിലാണ് നമ്മൾ ട്രെയിനിൽ കളിക്കേണ്ടത്. പിന്നെ നമുക്ക് കോഡ് എങ്ങനെ കിട്ടുക വെച്ചാൽ കണ്ടില്ലേ, അവിടെ ഒരു ഹാംസ്റ്ററിൻ്റെ ആ എലി കണ്ടില്ലേ, ആ എലിയെ നമ്മൾ കളക്ട് ചെയ്യുക. ഇതേപോലെ 3 എലിയെ കളക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു കോഡ് കിട്ടുക. കണ്ടില്ലേ, ഇവിടെ ഇതൊരിക്കും ഒരു എലിയും കളക്ട് ആയിട്ടില്ല. സോ 3 എലിയെ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോഡ് കിട്ടും. കോഡ് കിട്ടുമ്പോൾ നമുക്ക് ഒരു കീ കിട്ടും. ഈ രീതിയിലാണ് ഈ ഗെയിം കളിക്കേണ്ടത്. പിന്നെ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് വരും. അത് നമ്മൾ കാണണം, വേറെ വഴിയില്ല. പിന്നെ നമുക്ക് ഇതേപോലെ ബോംബ് കിട്ടും. ആ ബോംബ് കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോ കാണണം. വീഡിയോ കണ്ടാലേ നമുക്ക് ബോംബ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ വീഡിയോ കണ്ട് 2 ബോംബ് കിട്ടി. കണ്ടില്ല, ഞാൻ ഇവിടെ കൊണ്ടിട്ട് അവിടെ പൊട്ടി. കണ്ടില്ല, എനിക്ക് ഒരു എലി കിട്ടിയിട്ടുണ്ട്. ഇനി 2 എലി കൂടെ എനിക്ക് കിട്ടണം. അടുത്ത എലി ഇവിടെയാണ്. ഇവിടെ ബോംബ് ഇട്ടോ, ഒന്ന് മിസ്സായിപ്പോയി. സോ അതുകൊണ്ട് അടുത്ത് വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടികൾ ഇതേപോലെ ഇടിച്ചിടിച്ച് ആ എലി എടുക്കണം. അങ്ങനെ 2ാമത്തെ എലി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 എലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 3ാമതൊരു എലി കൂടെ ഉണ്ട്. അതും കൂടെ എടുത്താൽ നമുക്ക് കോഡ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. കണ്ടില്ലേ, അടുത്ത എലി അത് അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്. അതും കൂടെ കളക്ട് ചെയ്താൽ നമുക്ക് ഒരു കോഡ് കിട്ടും. അങ്ങനെ 3ാമത്തെ എലി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കോഡ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ കോഡുണ്ട്. സോ അത് ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഹാംസ്റ്റർ അക്കൗണ്ടിൽ പോയി ഞാൻ കോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടില്ലേ 39 കീ ആയിരുന്നു. ഈ കോഡ് കൊടുത്തപ്പോൾ 40 കീ ആയി. ഇതുപോലെ നമ്മൾ ഗെയിം കളിച്ച് കൂടുതൽ കീ ഏൺ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം. അതാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് കാണിക്കും. ഇത് നമ്മൾ റെഡി ചെയ്തതിനു ശേഷം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഗെയിം ഓപ്പണായി വരും. ഇത് ഫസ്റ്റ് ലെവലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ. പിന്നെ വേറെയും 2 ഗെയിമുകളുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഇഷ്ടപ്പെടുന്നവർ ട്രെയിൻ കളിക്കുക, റൈസിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് റൈസിംഗ് കളിക്കുക. ഓക്കെ, നമുക്ക് പിന്നെ ടൈം ഉണ്ടെങ്കിൽ മാത്രം കളിക്കുക. അതേപോലെ ഗെയിമുകൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.